എവിടെ എവിടെ നോക്കട്ടെ. പഞ്ചസാര പൊട്ടിക്കുന്നു. എങ്ങനെയുണ്ട്? അടിപൊളി പാട്ടാണല്ലേ. അപ്പോൾ എൻ്റെ പുതിയൊരു ഈവനിങ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും എൻ്റെ ഫാമിലിയും ഇവിടെ അടിപൊളിയായിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ചെറിയൊരു ഈവനിങ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. അപ്പോൾ എമ്രു ഇവിടെ ബിസിയാണ്, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അവന് വേറെ പണിയൊന്നും ഇല്ലല്ലോ അല്ലേ, ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നാൽ മതിയല്ലോ. അപ്പോൾ ഇന്ന് ഈവനിങ് ആയപ്പം നമ്മൾ വിചാരിച്ചു ചായയോടൊപ്പം ഞാൻ കഴിഞ്ഞ തവണ ലുലുവിൽ പോയപ്പോൾ ഏത്തപ്പഴം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് പഴം പൊരിയാകാമെന്ന്. നമ്മൾ വാഴയ്ക്കപ്പം എന്നൊക്കെ പറയും, നമ്മുടെ ഇവിടെ ട്രിവാൻഡ്രത്ത് വാഴയ്ക്കപ്പം എന്ന് പറയും, പിന്നെ പഴംപൊരി എന്നും പറയാറുണ്ട്. അപ്പോൾ ഇന്ന് നല്ലൊരു പഴം പൊടി പഴം പറഞ്ഞ് പഴം പൊഴിയായിപ്പോയി. അപ്പോൾ പഴം പൊരിക്കുന്നുണ്ട്. ഉമ്മയാണ് ഇന്ന് പൊരിക്കുന്നത്. നമ്മൾ ഗോതമ്പ് മാവിലാണ് പൊരിക്കുന്നത്. സാധാരണ മൈദാ മാവിലാണല്ലോ എല്ലാവരും ഫ്രൈ ചെയ്യുന്നത്. നമ്മൾ ഹെൽത്തി അല്ല, ഓയിലിൽ പൊരിക്കുന്നതൊന്നും അത്ര ഹെൽത്തി അല്ലല്ലോ. എന്നാലും മാവിലെങ്കിലും ഒരു ഹെൽത്തി കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഗോതമ്പ് മാവിലാണ് ഇന്ന് ഉമ്മ ഫ്രൈ ചെയ്യുന്നത്. ഉമ്മ സാധാരണ എപ്പോഴും ഇങ്ങനെ പഴംപൊരി പൊരിക്കുമ്പോൾ ഗോതമ്പ് മാവിൽ ഫ്രൈ ചെയ്യും. അപ്പോൾ ഗോതമ്പ് മാവിൽ കഴിച്ചിട്ടില്ലാത്തവർ ഇങ്ങനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സാധാരണ പഴംപൊരി എങ്ങനെയാണോ പൊരിക്കുന്നത് അതേ റെസിപ്പിയിൽ തന്നെയാണ് പൊരിക്കുന്നത്. മൈദാ മാവിന് പകരം നിങ്ങൾ ഗോതമ്പ് മാവ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അത് മാത്രം ഒന്ന് മാറ്റി പിടിച്ചാൽ മാത്രം മതി. അപ്പം ഞാനങ്ങനെ ചായയും നല്ല അടിപൊളി പഴംപൊരിയൊക്കെ കഴിച്ചു. ഇനി നമുക്ക് ഡിന്നർ ഉണ്ടാക്കണം കേട്ടോ. എമ്രു ഞാൻ ചായയും പഴംപൊരിയൊക്കെ കഴിച്ചപ്പോൾ എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് പഴംപൊരിക്ക് വേണ്ടിയിട്ട്. കുറച്ച് പഴം മാത്രം ഇങ്ങനെ ഓയിലൊക്കെ ടിഷ്യൂ വെച്ച് ഞാൻ തുടച്ചിട്ട് അവന് ഇച്ചിരി പോലും പഴം ഞാൻ കൊടുത്തു. അവന് പഴംപൊരി ഫസ്റ്റ് ടൈമൊന്നുമല്ല, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണ്ടാക്കുമ്പോൾ കൊടുക്കാറുണ്ട്. അതിലെ പഴം മാത്രം ഇതുപോലെ പറഞ്ഞ പോലെ ഓയിലൊക്കെ കളഞ്ഞിട്ട് കൊടുക്കാറുണ്ട്. ഓ ഫയമ്മറു അതങ്ങനെയൊക്കെയാണ് നമ്മളങ്ങനെയൊക്കെയാണ് ഉമ്മുമ്മ. എനിക്ക് നോക്ക് ചവിട്ടി കയറാം എൻ്റെ പുറത്ത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിന്നറിന് ഫിഷ് റോസ്റ്റാണ്. അതും നല്ല ഊളാവ് മീൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഊളാവ് മീനിലാണ് ഫിഷ് റോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾ മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ഫിഷ് റോസ്റ്റിൻ്റെ ഒരു റെസിപ്പിയും കൂടെ കിട്ടും കേട്ടോ. അപ്പം നമ്മൾ ആദ്യം തന്നെ ഫിഷ് റോസ്റ്റിന് ഈ ഫിഷ് നല്ലപോലെ കഴുകിയെടുത്തിട്ട് ഫ്രൈ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, മസാലയൊക്കെ പുരട്ടി നിങ്ങൾ ഫിഷ് ഫ്രൈക്ക് ചെയ്യുന്ന പോലെ മസാല പുരട്ടിയിട്ട് ഫ്രൈ ചെയ്യാം. അതല്ലെങ്കിൽ വെറുതെ ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും പെരിഞ്ചീരകവും കൂടെ ഇട്ട് ഇങ്ങനെ, അതാണല്ലോ ഫിഷ് ഫ്രൈക്ക് ചെയ്യുന്നതല്ലേ, അങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. നല്ലപോലെ ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് മാത്രം എടുത്താൽ മതി. ബാക്കി റോസ്റ്റിൽ കിടന്ന് വെന്തോളും. പിന്നെ ഉമ്മ ചപ്പാത്തിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചപ്പാത്തിയും ഫിഷ് റോസ്റ്റുമാണ് ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത്. അടിപൊളി ഡിന്നറായിരുന്നു. ഉമ്മ ഇവിടെ മീനൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. കണ്ട ഇത്ര ഒരു ഹാഫ് ഫ്രൈ ചെയ്താൽ മാത്രം മതി, അല്ലെങ്കിൽ ഒരു 80% 90% മാത്രം. പിന്നെ എമ്മുറിന് ഞാൻ ഇവിടെ ഓട്സാണ് ഉണ്ടാക്കി വെച്ചത്. ഇന്ന് ഡിന്നറിന് ചപ്പാത്തി ആയത് കാരണം ഞാൻ അവന് ചപ്പാത്തി ഇങ്ങനെ കൊടുക്കാറില്ല, ഓട്സ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഓട്സ് ഉണ്ടാക്കുന്ന സമയത്ത് ഓട്സ് ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാലും ഈ ബ്ലൂബെറി ഇട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ബ്ലൂബെറി ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് ഭയങ്കര, ഞാൻ ഒരു തരം സൈക്കോ പോലെയാണ്. ഇങ്ങനെ ബ്ലൂബെറി ഇങ്ങനെ പൊട്ടിച്ച് അതിൽ ആ ഒരു കളർ വരുമല്ലോ, ആ പേർപ്പിൾ കളർ കാണാൻ നല്ല രസമാണ്. അതിങ്ങനെ മിക്സ് ചെയ്യണം. നമുക്കൊരു പ്രത്യേകതരം ഒരു രസമാണല്ലോ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊക്കെ വിടാം. അപ്പോൾ ഇവിടെ റോസ്റ്റിന് ഇന്ന് കുക്കറിലല്ല പരിപാടി, സാധാരണ കുക്കറിലാണല്ലോ. ഇന്ന് സാധാ ഒരു ചട്ടി എടുത്തിട്ട് അതിലോട്ട് എണ്ണ ഒഴിച്ച് ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഗരം മസാല പൊടിച്ചതും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് ഉള്ളിയും തക്കാളിയും അതിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇടണം. അപ്പോഴത്തേക്ക് എമ്പറുദാ ഇവിടെ ബിസിയാണ്. ഒളിച്ച് നിൽക്കണം. റീക്ക നോക്ക് എമ്മൂറിന് നോക്ക് റീക്ക എന്തോന്നൊക്കെ കാണിക്കണെന്ന്. തല ഇടിക്കണം, വീണ്ടും കൊണ്ടിടിക്കണം. നോക്ക്
അപ്പോൾ ഇന്ന് പ്രത്യേകിച്ചൊരു റെസിപ്പി മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള വീഡിയോ അല്ല, ഈവനിങ് ഡേ ഇൻ മൈ ലൈഫിൻ്റെ കൂടെ ഒരു റെസിപ്പിയും കൂടെ മിക്സ് ചെയ്തിടാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ നമ്മൾ ഡേ ഇൻ മൈ ലൈഫിൽ ബാക്കി കാര്യങ്ങളും എല്ലാം കൂടെ ഇടയിൽ വരുന്നുണ്ട്. അപ്പം ഞാൻ അവിടെ പോയിരുന്നപ്പോൾ ഞാൻ ഉമ്മയുടെ പറഞ്ഞിരുന്നു ഇനി അടുത്ത് ഉള്ളിയൊക്കെ കുക്കായതിന് ശേഷം മസാല ഇടുമ്പോൾ വിളിക്കണേ. അപ്പോൾ ഇതിലിടുന്ന മസാല എന്ന് പറയുന്ന പെരിഞ്ചീരകവും മുളക് പൊടിയുമാണ്. പിന്നെ ഒരു കാര്യം നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയി, പച്ചമുളകും കൂടെ നിങ്ങൾ ആ റോസ്റ്റിൽ ആദ്യം ഉള്ളിയൊക്കെ വേവാൻ വയ്ക്കുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളകും കൂടെ ഇടണേ. അങ്ങനെ ഇനി ആ പച്ച മണമൊക്കെ ഒന്ന് പോട്ടെ, ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുക്കായി വരട്ടെ. അതിനുശേഷം നമുക്ക് ഫിഷ് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഫിഷ് ഇതിലോട്ടിടാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഊളാവ് മീനാണ് നമ്മൾ എടുത്തു വെച്ചിരുന്നത്. ഇത് ഞങ്ങൾ ഉച്ചയ്ക്ക് ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ച മീനിൻ്റെ ബാക്കിയാണ്. അപ്പോൾ അതും കൂടെ ഇതിലിട്ട് ഒന്ന് റോസ്റ്റാക്കി ബാക്കി വന്നത് കാരണം ഇതിലോട്ട് റോസ്റ്റിൻ്റെ കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഏത് മീനാണോ നിങ്ങൾ എടുത്തേക്കുന്നത്, ഇപ്പോൾ ചൂരയിലൊക്കെ ഉണ്ടാക്കാവേ നല്ല ടേസ്റ്റ് ആയിരിക്കും, അതിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പം നമ്മളിവിടുത്തെ ഊളാവും കൂടെ ബാക്കി എടുത്ത് വെച്ച് ഇനി ആ ഉള്ളിയുടെ പുറത്ത് ഇടുന്നുണ്ട്. അതിനുശേഷം കറിവേപ്പില ഇട്ടൊന്ന് നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ഒന്ന് അടച്ചു വെക്കുക. അടച്ചു വയ്ക്കുമ്പം ഈ കുറച്ച് നേരം മീനും ഉള്ളിയും കൂടെ അവിടെ ഇരുന്ന് ഒന്ന് ചൂടാവട്ടെ. അങ്ങനെ നമ്മുടെ ഫിഷ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയല്ലേ, കാണാൻ തന്നെ അടിപൊളിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും അടിപൊളിയായിരുന്നു. ഇത് ഓൾറെഡി കഴിഞ്ഞ ഒരു ഈവനിങ് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഞാൻ കുറച്ചല്ല 3 ചപ്പാത്തിയും എടുത്ത് റോസ്റ്റും എടുത്ത് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ, ഇപ്പോൾ നെമ്മീനാവട്ടെ അല്ലെങ്കിൽ ചൂര ആവട്ടെ, ഏത് മീനിൽ വേണമെങ്കിലും ഉണ്ടാക്കി നോക്കാവേ. കുറച്ചൊരു വലിയ മീനൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത് റോസ്റ്റിനൊക്കെ. നമ്മളിപ്പോൾ ചിക്കൻ റോസ്റ്റൊക്കെ വെക്കുന്ന പോലെയൊക്കെ വെക്കാം കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ പാത്രത്തിൽ ഞാൻ ഫിഷൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ഞാൻ ഉമ്മാടെ പറഞ്ഞു കുറച്ചൊന്ന് റോസ്റ്റ് ഉള്ളിയും കൂടെ ഇട്ടതാ. ഞാൻ കോരിയിട്ട് വരുന്നില്ലായിരുന്നു. അങ്ങനെ ഞാനും വാപ്പായും കൂടെ ഇരുന്ന് കഴിക്കുന്നു. അങ്ങനെ എല്ലാവരും കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞൊരു കുട്ടി ഈവനിങ് ഡേ ഇൻ മൈ ലൈഫും ഡിന്നർ പ്രിപ്പൊക്കെ കൂടെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ലൈക്ക് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, പുതിയൊരു വ്ളോഗായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ഇതുപോലെ ഇതിന് മുന്നേ ഞാൻ ഡേ ഇൻ മൈ ലൈഫൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ എൻ്റെ ഓൾഡ് വീഡിയോസൊക്കെ എടുത്ത് കാണുക. അങ്ങനെ ഉമ്മായും ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ എമ്രോന് ഞാൻ ഇതിൻ്റെ ഗ്യാപ്പിൽ ഓൾറെഡി അവനെ ഉറക്കിയിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വ്ളോഗിൽ കാണാം. സീ യു നെക്സ്റ്റ് വ്ളോഗ്. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.